ഗുളികയുടെ സ്ട്രിപ്പ് വെച്ചും അതേപോലെ നമ്മുടെ എക്സ്പയർ ആയ ഗുളിക വെച്ചിട്ടൊക്കെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആകാതെ ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ കാണിക്കുകയാണ്. ഇനി ഇതിനകത്തുനിന്ന് നമുക്കൊരു ഗുളിക എടുക്കാം. അപ്പോൾ ഞാൻ പാരസെറ്റമോൾ ഗുളികയാണ് എടുക്കുന്നത്. അപ്പോൾ എക്സ്പയർ ഡേറ്റ് ആയി ഏത് ഗുളിക വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പറിനകത്ത് വെച്ച് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇടികൽ കൊണ്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ല, 2 തട്ട് തട്ടുമ്പോഴത്തേനും അതങ്ങ് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് വെച്ച് പൊടിച്ചെടുക്കാം. അപ്പം ഇതിനകത്ത് വേറെയും 2 കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുമല്ലോ. സിങ്ക് ബ്ലോക്ക് ആകുമ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിതിനകത്ത് ഒരു ഗുളിക ചേർക്കുന്നതെന്ന് വെച്ചാൽ അത് അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ, കുഞ്ഞ്, ഉറുമ്പ് ആ ശല്യമൊക്കെ ഒഴിവാക്കി കിട്ടും. പിന്നെ ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തു നിന്നുള്ള ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ സിങ്കിനകത്ത് നമ്മൾ വേസ്റ്റ് എപ്പോഴും മീൻ്റെയും ഇറച്ചിയുടെയൊക്കെ വെള്ളമൊക്കെ പോകുന്നതല്ല. അപ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും, അതിൻ്റെ ബാക്ടീരിയകളൊക്കെ പോയി കിട്ടും. അപ്പോൾ അതിനാണ് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ആ സിങ്കിൻ്റെ സീവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രാത്രി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് രാവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതാണ് മെയിനായിട്ട് സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റുന്നത്. അപ്പോൾ എൻ്റെ സിങ്കിനകത്ത് വലിയ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ആദ്യം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, സിങ്കിൻ്റെ സീവിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് രാവിലെ ആകുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ബ്ലോക്കെല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ടും കേട്ടോ. അപ്പം ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടണം. അത്ര മതിയാവും എനിക്ക്, കാരണം അത്ര ബ്ലോക്കില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കണ്ടോ, വെള്ളം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെള്ളം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇവിടെ കെട്ടി നിൽക്കും. കണ്ടോ, നല്ല രീതിയിൽ വെള്ളം പോയി കിട്ടുന്നുണ്ട്. അപ്പം അടുത്ത ടിപ്പിലോട്ട് കവറുണ്ടല്ലോ, അത് ഇതേപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഗ്യാസ് ബർണറിൻ്റെയൊക്കെ അകത്ത് പൊടിയൊക്കെ കയറിയിട്ട് ഗ്യാസൊക്കെ ലീക്ക് ആകാറുണ്ടല്ലേ. അപ്പോൾ ഇതേപോലെ നൂല് പോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഒരു പീസ് അതിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ കത്രിക വെച്ച് നൂല് പോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബർണറിനകത്ത് ബ്രഷോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതേതാണ്ട് ഇത് വെച്ച് നമുക്ക് ആ ഹോളിനകത്തോട്ട് കുത്തി ഇറക്കാം. അപ്പോൾ അതേപോലെ കൊച്ചു ഹോളാണല്ലോ എല്ലാം. അപ്പോൾ അതേപോലെ നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറി ഇരുന്നിട്ട് ഗ്യാസ് ലീക്ക് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാകും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്തുള്ള ആ ബ്ലോക്കെല്ലാം മാറി കിട്ടും. ഓരോ ഹോൾ അടങ്ങിയിരിക്കും. നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറിയിട്ട് അടയാനൊക്കെ ചാൻസ് ഉണ്ട്. പാലൊക്കെ പതച്ച് പോകുമ്പോഴത്തേനും അതിനകത്ത് കയറി വേസ്റ്റ് ഇരിക്കും, ഉണങ്ങിയിരിക്കും. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഗുളികയുടെ ആ കവർ വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ നോബിനകത്തൊക്കെ അഴുക്ക് കയറിയിരിക്കാറുണ്ടല്ലേ. അപ്പം ഇതേപോലെ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം കയറിയിട്ട് നമുക്ക് ബ്രഷോ കാര്യങ്ങളോ ഒന്നും അതിനകത്തോട്ട് ഇടയിലോട്ടൊന്നും പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രയോജനമാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് ഉരച്ച് എടുക്കുകയാണെങ്കിൽ അഴുക്കും പൊടിയെല്ലാം പോയി കിട്ടും. ഇപ്പോൾ ഞാൻ വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ വേസ്റ്റ് അടങ്ങിയിരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ നാക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ നമ്മുടെ കറിയുടെ എല്ലാ വെള്ളമൊക്കെ പോകുമ്പോഴത്തേനും അവിടെ വന്ന് ബ്ലോക്ക് ആകാറുണ്ട്. അപ്പോൾ ആ ബ്ലോക്ക് മാറി കിട്ടും. ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക.